ഈ CPM ആയിട്ടാണ് ഫൈറ്റ്, മുഖ്യമന്ത്രി PCC അങ്ങനെ പ്രമുഖന്മാരുമായിട്ടാണ് താങ്കൾ നിഷേധിച്ചാലും അവരൊക്കെ പ്രഗത്ഭർ തന്നെയാണ്. അപ്പോൾ ഒരു പാർട്ടി രൂപീകരിക്കുക അല്ലെങ്കിൽ അതൊരു കൂട്ടായ്മയിലേക്ക് മാറുക എന്നൊക്കെ പറയുമ്പോഴും അതിന് നിയമപരമായ കാര്യങ്ങളുണ്ട്. അത് സംഘടന നിയമപരമായ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു പൊതുയോഗത്തിൽ ആ സംഘടന പ്രഖ്യാപിച്ചാൽ പോലും അതിന്റെ ദൃശ്യങ്ങൾ ഒക്കെ കേസിലേക്ക് മറ്റൊക്കെ പോകണം. നിയമവിദഗ്ധമായി നിർദ്ദേശം തേടിയിട്ടുണ്ട്. അല്ല, അതൊക്കെ ഭയപ്പെട്ടിട്ട് അതൊക്കെ ബാധിക്കാൻ പോകുന്നപ്പോൾ ഈ 3 വർഷത്തെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകത്തുക ചുരുക്കം എന്താണ്? ഞാനിതൊക്കെ നിർത്തിയിട്ട് ആ സാധനം തൊക്കിൽ വെച്ചിട്ട് MLA ആയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നല്ലേ? അങ്ങനെ ഇരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾക്ക് നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമുക്ക് കുറച്ച് പിൻബലം വേണം. അതിൻ്റെ ഒരു പിൻബലം ഈ പറയുന്നത്, ഇപ്പോൾ ഒരു നിയമസഭയിൽ ഞാനൊരു നിയമസാമാജികന എന്ന നിലയ്ക്ക് എനിക്ക് കുറേ നിയമ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണ വലയം എത്രത്തോളം നിലനിർത്താൻ കഴിയുമോ അത്രത്തോളം നോക്കും. ആ സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അപ്പം അത് ബ്രേക്ക് ചെയ്യും. അതല്ലാതെ കാലാകാലം ഇത് താങ്ങി പിടിച്ചിരിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇന്നത്തെ ഒരു സാഹചര്യം ഇപ്പോൾ 8-10 കേസിൻ്റെ പേരിലുണ്ട്. ഇനി എത്ര കേസുകൾ അതിൻ്റെ പണിപ്പുരയിലാണെന്നറിയില്ല. ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെയുള്ള വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ടെക്നിക്കലായിട്ട് ലീഗലായിട്ട് എന്നുള്ള നോക്കുന്നത്? എന്താ പറയുക, ഇത് കളരിപ്പയറ്റും കുംഫും കരാട്ടെ എല്ലാം കൂടെ പഠിച്ചിട്ടില്ല ഒരു കളി കളിച്ച് നോക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിൽ പോലും നാളെ രാവിലെ തന്നെ എന്നെ സസ്പെൻഡ് ചെയ്യപ്പെടാം നിയമസഭയിൽ നിന്ന്. ഒരു തർക്കമില്ല. എന്നെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഇനി ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സീറ്റ് മാറ്റിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പ്രതിപക്ഷ ബെഞ്ചിലേക്ക് എന്തടിസ്ഥാനത്തിലാണ് എന്നെ മാറ്റിയത്, അതിൻ്റെ കാരണം അറിയിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി കിട്ടുമോ നോക്കട്ടെ. ആ മറുപടിക്കനുസരിച്ചായിരിക്കും ഈ നിലപാട് സ്വീകരിക്കുക. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഈ പറയുന്ന നിയമപരിരക്ഷയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചാൽ പോലും നാളെ പൊളിറ്റിക്കലി എന്നെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രതീക്ഷ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതിയിലാണ്. ആ നിയമപരമായ പോരാട്ടം നമ്മൾ നടത്തും. സ്പീക്കറാണ് എൻ്റെത്. അറിയിച്ചിട്ടില്ല. എന്തിനു മാറ്റിയെന്നും അറിയിച്ചിട്ടില്ല. താങ്കൾക്കെതിരെ ഈ ഇതുവരെ ഒരു വർഗീയ ചാപ്പയായിരുന്നു CPM ചാർജ് തന്നത്. താങ്കളുടെ പിന്നിൽ വർഗീയ സംഘടനകളായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ MK സ്റ്റാലിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ പിണറായി വിജയനേക്കാൾ ഈ ഫാസിസ്റ്റ് വിരുദ്ധനായി കാണപ്പെടുന്ന ആളാണ്. ഇനി സ്റ്റാലിനുമായിട്ട് DMK ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പുതിയതായിട്ട് എന്ത് ചാപ്പയാണ് പ്രതീക്ഷിക്കുന്നത്? പലതും ആക്കാന്ന് അവർക്ക് എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം വിട്ടുപോയാൽ ഓൻ സുഡാപ്പി, ഒരു ഹിന്ദു വിട്ടുപോയാൽ ഓൻ സംഘി, ഒരു ക്രിസ്ത്യാനി CPM വിട്ടാൽ ഓൻ പ്രസംഗി. ആ പടി ഇറങ്ങുന്നതിന് മുമ്പ് കുത്തും. ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് കുത്തിക്കാളും. അത് കുറേ ആളവർ കുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാദ്യം എന്താ പറയുക നേരിട്ടത്. വീട്ടിൽ ജോലി ചെയ്തിരുന്ന എന്താ പറയുക പിന്നാക്ക സമുദായത്തിൽപ്പെട്ട കാളിക്കുട്ടിയുടെ മുലപ്പാൽ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് എന്നെ കൊണ്ട് അവർ പറയിച്ചതാണ്. അപ്പം അതിലൊക്കെ ഇപ്പോൾ അവർ പരാജയപ്പെട്ടു. ഇനി അവർക്കൊരു വഴിയില്ല. ഇനി ആകെ വഴി എന്താ? കേസിൽ കുടുക്കി ജയിലിലടക്കുക എന്നുള്ളത്. അവർ നോക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ആരുമായിട്ട് ഞാനൊരു ചർച്ച നടത്തില്ല. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ആദ്യം നിങ്ങൾ ചോദിക്കും ആരാ പിന്നിൽ, ആരുമായിട്ടാണ് ചർച്ച? ഞാനിപ്പോൾ ഈ പോകുന്നു അതിൽ പലരും നമ്മളെ വിളിച്ച് ഈ പറയുന്ന പോലെ പിന്തുണ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങളൊന്ന് നോക്കട്ടെ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ വാർത്തയിൽ കണ്ടത് അല്ല, അതൊന്നും അവർക്ക് ബാധകമല്ലെങ്കിൽ എല്ലാ കാലത്തും അവരെ സഹായിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് AP വിഭാഗം, നമുക്കറിയാലോ. അപ്പോൾ അവരെ കൊണ്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. ഞാൻ ആ മാഗസീൻ ഞാൻ കണ്ടില്ല. MK സ്റ്റാലിനെയും പിണറായി വിജയനെയും തുടർച്ചയായി താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത്തരം താരതമ്യത്തിലൂടെ CPM നിന്നുള്ള ഒരു വിഭാഗം അതിന്റെ ഫലമായി താങ്കളൊപ്പം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും കൂടെ ചോദിച്ചാൽ മൈൻഡ് പോയി. MK സ്റ്റാലിനെയും പിണറായി വിജയനെയും സംഘപരിവാർ വിരുദ്ധരുടെ പേരിലും മറ്റു ഇപ്പോൾ തുടർച്ചയായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഉദ്ദേശം കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അടർത്തി താങ്കളൊപ്പം കൂട്ടാനാകുമെന്നുള്ള പ്രതീക്ഷയാണോ? ഉണ്ടല്ലോ, എന്തിനും അടർത്തുന്ന ഓൾറെഡി ഉണ്ടല്ലോ. ആയിരക്കണക്കിന് സഹാക്കളുണ്ട്. അവരിതുവരെ നടത്തിയിരുന്ന പ്രചരണം ഞാൻ ലീഗാവും, ഞാൻ ജമാഅത്ത് ഇസ്ലാമി ആവും, ഞാൻ കോൺഗ്രസിലേക്ക് പോകും
എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സഖാക്കളെ ഒരു പരിധിവരെ അവർ തടഞ്ഞു നിർത്തിയിരുന്നത്.